ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എ സെഷൻ. സോ തൊട്ട് മുന്നത്തെ സെഷനിൽ നമ്മൾ എന്താണ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പഠിച്ചു അല്ലേ? പേ ബാക്ക് പീരീഡ് മെത്തേഡ്, നമ്മൾ പേ ചെയ്ത എമൗണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്ര പീരീഡിനെ കൊണ്ടാണോ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്, ഇതിനാണല്ലോ പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറയാം. പേര് പോലെ തന്നെയാണ്, നമ്മൾ പേ ചെയ്ത എമൗണ്ട് എത്ര പീരീഡിനെ കൊണ്ടാണോ നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്, നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്, ഇതിനാണ് നമ്മൾ പേ ബാക്ക് പീരീഡ് മെത്തേഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ പേ ബാക്ക് പീരീഡ് മെത്തേഡിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താ? ഓർമ്മയുണ്ടോ? എന്താ? ടൈം വാല്യൂ ഓഫ് മണീനെ കൺസിഡർ ചെയ്യില്ല അല്ലേ? പേ ബാക്ക് പീരീഡ് മെത്തേഡ് ടൈം വാല്യൂ ഓഫ് മണീനെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്നൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിലാണ് നമ്മൾക്ക് ക്യാഷ് ഇൻഫ്ലോസ് വരുന്നത് അല്ലേ? ഈ ഒരു ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നമ്മൾക്ക് ഇൻഫ്ലോസ് ജനറേറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചറിലാണ്, 1, 2, 3 വർഷങ്ങളെ കൊണ്ടൊക്കെയാണ് അല്ലേ? അപ്പം ഇത്രയും ഇയേഴ്സ് ഒക്കെ ഇതിൽ കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇൻഫ്ലോ വരുന്നതെങ്കിൽ അവിടെ ടൈം വാല്യൂ ഓഫ് മണീനെ കൺസിഡർ ചെയ്യാത്തത് എത്ര വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണെന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ? 2027 ഞാനൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 28-ലും 29-ലും 30-ലൊക്കെ ആയിട്ടാണ് എനിക്ക് ഇൻഫ്ലോസ് വരിക. അപ്പോൾ ഇത്രയും വർഷങ്ങളിലെ ട്രാൻസാക്ഷൻ, അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇൻഫ്ലോസ് വരുമ്പോൾ അവിടെ ടൈം വാല്യൂ ഓഫ് മണീനെ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. സോ ഈ ഒരു ഡിസഡ്വാൻറ്റേജ് മാറ്റാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് മെത്തേഡ് നമ്മൾ പഠിക്കുന്നത്, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡ്. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡ് പേര് പോലെ തന്നെയാണ്, പേ ബാക്ക് പീരീഡ് മെത്തേഡിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഒരേ കാര്യങ്ങൾ തന്നെ യൂസ് ചെയ്യുന്നത്, ആകെ ഒരു വ്യത്യാസമുള്ളൂ. എന്താണ്? നമ്മൾ ഭാവിയിലുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് പ്രസൻറ്റ് വാല്യൂ ആക്കിയിട്ടായിരിക്കും എഴുതുക. മനസ്സിലായോ? അതായത് നമ്മൾ പേ ബാക്ക് പീരീഡ് മെത്തേഡിൻ്റെ അകത്ത് ഡയറക്റ്റ്ലി ക്യാഷ് ഫ്ലോസ് എടുക്കാതെ ചെയ്യുക അല്ലേ? ഡയറക്റ്റ്ലി ക്വസ്റ്റിനിൽ തന്ന ക്യാഷ് ഫ്ലോ തന്നെ നമ്മൾ എടുക്കുക. പക്ഷേ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിന് നമ്മൾ എന്ത് ചെയ്യും? പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതും. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്കൗണ്ടിങ് എന്ന് പറയാം. സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ആകെ എന്തേ വ്യത്യാസമുള്ളൂ? ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ ഈ ഒരു മെത്തേഡിൽ ഡിസ്കൗണ്ട് ചെയ്യും. പേ ബാക്ക് പീരീഡ് മെത്തേഡിൻ്റെ അകത്ത് ഒരു ഡിസ്കൗണ്ടും ചെയ്യില്ല. അതേ ക്വസ്റ്റ്യനിൽ എന്താണോ എമൗണ്ട് തന്നത് അതേ എമൗണ്ട് തന്നെയാണ് നമ്മൾ എടുക്കുക. പക്ഷേ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡിൻ്റെ അകത്ത് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിന് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യും. ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സെയിം പ്രോസസ്സ്, പേ ബാക്ക് പീരീഡിൽ എന്താണോ ചെയ്തത് അതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇനി അടുത്തെന്ത് നോക്കാം? എങ്ങനെയാണ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുക? അതിൻ്റെ ഇക്വേഷൻ അതാ നോക്കാം. ആ ഇക്വേഷൻ എങ്ങനെയാണ് ഫോം ചെയ്തതെന്നൊക്കെ ഇതിൻ്റെ മുന്നേ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. അപ്പോൾ എങ്ങനെയാണ് ഫ്യൂച്ചർ വാല്യൂവിനെ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻ ഫോം ചെയ്യുന്നതെന്ന് ആ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആ ഇക്വേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രസന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ 1 + r റേസ് ടു n. ഓക്കെ, ഫ്യൂച്ചറിലുള്ള ക്യാഷ് ഫ്ലോൻ്റെ പ്രസന്റ് വാല്യൂ, അതായത് 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന ഒരു എമൗണ്ട് ആണെന്ന് വെച്ചോ. അതായത് 2 ഇയേഴ്സ് കഴിഞ്ഞാൽ നമുക്കൊരു 100K ഇൻഫ്ലോ ഉണ്ട്. അപ്പോൾ 2 ഇയേഴ്സ് കഴിഞ്ഞ് കിട്ടുന്ന 100Kന് ഇന്ന് എത്രയാണ് വാല്യൂ ഉള്ളത്, ഇതിനാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് എന്ന് പറയുക. അതായത് 2 ഇയർ കഴിഞ്ഞ് കിട്ടുന്ന 100Kക്ക് ഇന്ന് എത്ര വാല്യൂ ഉണ്ട്, ഇതിനാണ് നമ്മൾ ഡിസ്കൗണ്ടിങ് എന്ന് പറയുക. സോ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ പ്രസന്റ് വാല്യൂയിലേക്ക്, അതിൻ്റെ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുന്നതിന് നമ്മൾ എന്ത് പറയുക? ഡിസ്കൗണ്ടിങ് എന്ന് പറയുക. അതെങ്ങനെയാണ്? പ്രസന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ 1 + r റേസ് ടു n. r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ആണ്, ഡിസ്കൗണ്ട് ചെയ്യുന്ന റേറ്റിനാണ് നമ്മൾ r എന്ന് പറയുക. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഇയേഴ്സ്. ഓക്കെ, എത്ര ഇയേഴ്സ്, ഇതാണ് എന്ത്? ഡിസ്കൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിസ്കൗണ്ടിങ്ങിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 2026 ആണെന്ന് വിചാരിക്കുക. 2027, 28, 29. 2029 നിങ്ങൾക്കൊരു 100K ഇൻഫ്ലോ ഉണ്ട്. 2029 നിങ്ങൾക്കൊരു 100K ഇൻഫ്ലോ ഉണ്ട്. ആ 100Kൻ്റെ ഇന്നത്തെ വാല്യൂ, അതായത് 2026 വാല്യൂ, ഇത് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക? ഡിസ്കൗണ്ടിങ് എന്ന് പറയുക. അതായത് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോനെ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക. ഓക്കെ, അതായത് 3 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് 1 ലക്ഷം അല്ലെങ്കിൽ $100,000 കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇന്നത്തെ വാല്യൂ എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ നമുക്കറിയാം. പ്രസന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ 1 + r റേസ് ടു n. ഇവിടെ റേറ്റ് എന്ന് പറയുന്നത്, ഡിസ്കൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 10% ആണ് നിങ്ങൾ അസ്യൂം ചെയ്യുക. 10% ക്വസ്റ്റിൻ്റെ അകത്ത് റേറ്റ് തരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് 3 വർഷം കഴിഞ്ഞ് കിട്ടുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എത്രയാണ്? 100K ആണ്. സോ 100K എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ 1 + റേറ്റ് എത്രയാണ്? 10% ആണ് അല്ലേ? അത് ഡെസിമലിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ എത്രയാവും?
10% എന്ന് പറഞ്ഞെങ്കിൽ 10/100 എന്നാണ് അതിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ് 0.1 എന്ന് കിട്ടും അല്ലേ, 0.1. ഇവിടെ 3 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ആ ഇൻഫ്ലോ കിട്ടുന്നത്. സോ എന്നിൻ്റെ അവിടെ എന്താ എഴുതേണ്ടത്, 3 എന്നാണ് എഴുതേണ്ടത്, റേസ് ടു 3. ഓക്കെ, സോ കാൽക്കുലേറ്റർ എടുക്കുക. 100,000 ഡിവൈഡഡ് ബൈ 1.1. 1.1 എഴുതിയല്ലോ, 3 തവണയാണ് അല്ലേ, റേസ് ടു 3 എന്നാണ്. സോ നമ്മൾ 3 തവണ ഈക്വൽ ടു ക്ലിക്ക് ചെയ്യുക. 1 2 3. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 75131 എന്ന് കിട്ടി. 75131. അതിൻ്റെ അർത്ഥം എന്താ, 3 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 100,000 ഇന്നത്തെ $75,131, അതായത് $75,131 വാല്യൂവേ ഉള്ളൂ. 3 വർഷം കഴിഞ്ഞ് കിട്ടുന്ന $100,000 ഇന്നത്തെ $75,131 വാല്യൂവേ ഉള്ളൂ. നമ്മൾക്ക് ടൈം വാല്യൂ ഓഫ് മണിയിൽ പഠിച്ചതാണ്. മണി അല്ലേ, ഇന്നത്തെ പൈസയ്ക്കായിരിക്കും വർഷങ്ങൾ കഴിഞ്ഞ് കിട്ടുന്ന പൈസനേക്കാളും മൂല്യം ഉണ്ടാവുക. മണി ടുഡേ ഈസ് മോർ വാല്യൂബിൾ ദാൻ മണി ഇൻ ദ ഫോളോയിങ് ഇയേഴ്സ് അല്ലേ. അപ്പം നമ്മൾക്ക് അറിയാം 2026 മണിക്കായിരിക്കും അല്ലെങ്കിൽ പൈസയ്ക്കായിരിക്കും 2029 പൈസനേക്കാളും വാല്യൂ ഉണ്ടാവുക. സോ 2029 നിങ്ങൾക്കൊരു 100K കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് 2026 അതിന് എത്രേൻ്റെ വാല്യൂ ഉള്ളൂ, 75,131 വാല്യൂ ഉള്ളൂ. ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതുന്നതിനാണ്, അല്ലെങ്കിൽ ഇങ്ങനെ 100K ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ 100K ഇതിനെ പ്രസന്റ് ഇന്നത്തെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുന്നതിനാണ് എന്ത് പറയാ ഡിസ്കൗണ്ടിങ് എന്ന് പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ഒരുപാട് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് വന്നിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, അതിനൊക്കെ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതും. അങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞ ശേഷം നേരെ പേ ബാക്ക് പീരീഡ് മെത്തേഡിൽ എന്താണ് ചെയ്തത്, അത് തന്നെ അവിടെ ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? നമുക്ക് ചെയ്ത് നോക്കാം. ഇയർ 0 ഇൻവെസ്റ്റിംഗ് പീരീഡ് ആണ്. ഇയർ 0 ഞാനൊരു 100K ഇൻവെസ്റ്റ് ചെയ്തു. ഇയർ 0 ഞാനൊരു 100K ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഇയർ 1 എനിക്കൊരു 20K റിട്ടേൺ ഉണ്ട്. ഇയർ 2 എനിക്കൊരു 30K റിട്ടേൺ ഉണ്ട്. ഇയർ 4 എനിക്കൊരു 40K റിട്ടേൺ ഉണ്ട്. സോറി, ഇയർ 3 അല്ലേ, ഇയർ 3. ഇയർ 4 എനിക്കൊരു 30K റിട്ടേൺ ഉണ്ട്. ഇയർ 5 എനിക്കൊരു 50K റിട്ടേൺ ഉണ്ട്. ഇയർ 6 എനിക്കൊരു 30K റിട്ടേൺ ഉണ്ട്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നത്. ആൻഡ് അവർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്, 10% ആണെന്ന് വിചാരിക്കുക. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, എന്താണ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ എന്താണ് ഹഡിൽ റേറ്റ്, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കൊണ്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നത്, എന്താണ് മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ, എന്താണ് ഹഡിൽ റേറ്റ്. ഇതൊക്കെ എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ വീഡിയോ മസ്റ്റായിട്ടും പോയി വാച്ച് ചെയ്യുക. ആ വീഡിയോൻ്റെ ബേസിക്സ് ഉണ്ടെങ്കിലേ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുന്നത്, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണാം. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഇവിടെ ഡിസ്കൗണ്ട് ചെയ്യുന്നത് എത്ര പെർസെൻറ്റേജിലാണ്, 10% കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുക, ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന 20,000 ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന 20,000 ഇന്ന് എത്ര വാല്യൂ ഉണ്ട്, എങ്ങനെ കണ്ടുപിടിക്കുക? 20,000 ഡിവൈഡഡ് ബൈ 1+1+, R എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാണ്, റേറ്റ് ആണ്, എത്രയല്ലേ, റേറ്റ് ആണ്, 10% ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ 0.1 അല്ലേ, 0.1. 1+R റേസ് ടു n. എത്ര വർഷം ഇങ്ങനെ കിട്ടുന്നത്, ഒരു വർഷം ഇങ്ങനെ കിട്ടുന്നത്. സോ റേസ് ടു 1 തന്നെ. അപ്പം 20,000 ഡിവൈഡഡ് ബൈ 1.1 അല്ലേ, 1.1. 1+0.1 is 1.1. എത്ര തവണ ഈക്വൽ ടു ക്ലിക്ക് ചെയ്യേണ്ടത്, റേസ് ടു 1 ആയതുകൊണ്ട് തന്നെ ഒരു തവണ ഈക്വൽ ടു ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം നമുക്ക് എത്ര കിട്ടി, 18,181 എന്ന് കിട്ടി. അതായത് ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ കിട്ടുന്ന 20,000 ഇന്നത്തെ എത്ര രൂപയുടെ വാല്യൂ ഉള്ളൂ, 18,181. അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന 20,000 ഇന്നത്തെ എത്ര രൂപയുടെ വാല്യൂ ഉള്ളൂ, 18,181. ഇനി ഡോളേഴ്സിലേക്ക് ആണെങ്കിൽ നിങ്ങൾ ഡോളർ ആക്കി പറഞ്ഞോ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ റുപ്പീസിലേക്ക് ആക്കി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതായത് ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന 20,000 ഇയർ 0, അതായത് ഇന്നത്തെ എത്ര രൂപയുടെ വാല്യൂ ഉണ്ട്, 18,181 രൂപയുടെ വാല്യൂ ഉള്ളൂ. അതായത് മനസ്സിലായല്ലോ, വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് പൈസയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടേ വരികയാണ്.
വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് പൈസയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടേ വരികയാണ്. ഇതാണ് ടൈം വാല്യൂ ഓഫ് മണിനാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ പേയ്മെൻറ്റ് ഇവിടെ എഴുതി, ഇതിവിടെ എഴുതി. ഇനി അടുത്ത ഇയർ നോക്കാം. 2 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് 30,000 ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് വരുന്നത്. 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 30,000 അല്ലെങ്കിൽ 30,000 ഇന്നത്തെ എത്ര രൂപയുടെ വാല്യൂ ഉണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? 30,000 ഡിവൈഡഡ് ബൈ 1 + 0.1. ഇതൊക്കെ സെയിം തന്നെ, റേസ് ടു മാത്രമേ ഇനി മാറുള്ളൂ. ഓക്കെ, റേസ് ടു എത്ര വർഷമാടാ? ഇവിടെ 2 വർഷമല്ലേ, സോ റേസ് ടു 2. ഓക്കെ, അപ്പോൾ 30,000 ഡിവൈഡഡ് ബൈ 1.1. ഓക്കെ, എത്ര തവണ ഈക്വൽ ടു അടിക്കണം? റേസ് ടു 2 അല്ലേ, സോ 2 തവണ ഈക്വൽ ടു ക്ലിക്ക് ചെയ്യണം. 1 2 24,793 എന്ന് കിട്ടും. അതായത് 2 വർഷം കഴിഞ്ഞ് നമ്മൾക്ക് കിട്ടുന്ന 30,000 ഇന്നത്തെ എത്ര രൂപയുടെ വാല്യൂ ഉണ്ട്? 24,793 രൂപയുടെ വാല്യൂ ഉള്ളത്. ഓക്കെ, 2 വർഷം കഴിഞ്ഞ് നമ്മൾക്ക് കിട്ടുന്ന 30,000 ഇന്നത്തെ 24,793 രൂപയുടെ വാല്യൂ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 3 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 40,000 40,000 ഡിവൈഡഡ് ബൈ 1 + 0.1 റേസ് ടു 3 അല്ലേ, റേസ് ടു 3. 3 വർഷം കഴിഞ്ഞ് കിട്ടുന്നത് കൊണ്ട് റേസ് ടു 3. സോ 40,000 ഡിവൈഡഡ് ബൈ 1.1 1 2 3 എത്ര കിട്ടും? 30,052 എന്ന് കിട്ടും. 30,052 എന്ന് കിട്ടും. എന്താ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 3 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 40,000 ഇന്നത്തെ 30,052 രൂപയുടെ വാല്യൂ ഉള്ളൂ. ഓക്കെ, ഇനി 4 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 30,000 30,000 ഡിവൈഡഡ് ബൈ 1.1 റേസ് ടു 4 അല്ലേ, റേസ് ടു 4. 30,000 ഡിവൈഡഡ് ബൈ 1.1 4 തവണ ഈക്വൽ ടു ക്ലിക്ക് ചെയ്യുക. 1 2 3 4 എത്ര കിട്ടി? 20,490. 20,490 എന്ന് കിട്ടും. വിച്ച് മീൻസ് 4 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 30,000 ഇന്നത്തെ 20,490 റുപ്പീസിൻ്റെ വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ ഡോളേഴ്സിൻ്റെ വാല്യൂ ഉള്ളൂ. എടാ, ഞാൻ നിങ്ങൾക്ക് പറയാനായിട്ട് മലയാളത്തിലേക്ക് പറഞ്ഞു തരുമ്പം അത് റുപ്പീസിൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഡോളേഴ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഓക്കെ, 50,000 5 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 50,000 ഡിവൈഡഡ് ബൈ 1.1 റേസ് ടു 5 അല്ലേ. അതായത് 50,000 ഡിവൈഡഡ് ബൈ 1.1 5 തവണ ഈക്വൽ ടു ക്ലിക്ക് ചെയ്യുക. 1 2 3 4 5 31046. അതായത് 5 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 50,000 5 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 50,000 ഇന്നത്തെ ഇയർ 0 എത്ര വാല്യൂ ഉണ്ട്? 31,046. 31,046 വാല്യൂവേ ഉള്ളൂ. ഇനി നോക്കാം. ഇനി അടുത്തത് 6 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 30,000 ഡിവൈഡഡ് ബൈ 1.1 റേസ് ടു 6. 1 2 3 4 5 6 എത്രയാണ്? 16,934. അതായത് 6 വർഷം കഴിഞ്ഞ് നമ്മൾക്ക് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് വരുന്ന 30,000 ഇന്നത്തെ എത്ര രൂപയുടെ വാല്യൂ ഉള്ളത്? 16,934. 16,934 റുപ്പീസിൻ്റെ അല്ലെങ്കിൽ ഡോളേഴ്സിൻ്റെ വാല്യൂവേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ ഫ്യൂച്ചർ ഫ്യൂച്ചറിൽ നമ്മൾക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസിനെ മുഴുവനും അതിൻ്റെ ഡിസ്കൗണ്ടഡ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതും. ഫ്യൂച്ചറിൽ നമ്മൾ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസിനെ 1 വർഷം കഴിഞ്ഞ് കിട്ടുന്ന 20,000 ഇന്നത്തെ വാല്യൂയിലേക്ക് 18,181. അങ്ങനെ ഭാവിയിൽ നമ്മൾക്ക് കിട്ടുന്ന എല്ലാ ക്യാഷ് ഫ്ലോസിനെയും അതിൻ്റെ ഇന്നത്തെ വാല്യൂയിലേക്ക് നമ്മൾ മാറ്റി എഴുതും. ഇതിന് ശേഷം എന്ത് ചെയ്യും? പേ ബാക്ക് പീരീഡിലുള്ള സെയിം മെത്തേഡ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു 100K നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് എത്ര പീരീഡാണ് നമ്മൾ എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര എണ്ണം ആഡ് ചെയ്താലാണ്, എത്ര ഇയേഴ്സ് ആഡ് ചെയ്താലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 100K ആവാൻ നോക്കാം. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. അപ്പോൾ നോക്കുക, 1818 ഫസ്റ്റത്തെ ഇയറിൽ അത്ര 18181 ആണ് വന്നിട്ടുള്ളത്. 18181. എടാ, ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നാവ് ഇങ്ങനെ എന്താവുന്നത്, ആ ഒരു സ്ഫുടത കിട്ടാത്തത്. ഓക്കെ, അത്രയും സ്ട്രെയിൻ ചെയ്തുകൊണ്ടാണ് കേട്ടോ. 18181 ആണ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടിയത്. പ്ലസ് സെക്കൻഡ് ഇയറിൽ 24793.
തേർഡ് ഇയറിൽ 30,052 അല്ലേ, 30,052. ഇപ്പം തന്നെ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 3 വർഷങ്ങളിലായിട്ട് എത്ര കിട്ടി? 3 വർഷങ്ങളിലായിട്ട് നമുക്ക് അറൗണ്ട് 73,026 കിട്ടി. ഇനി അടുത്ത 4ാമത്തെ ഇയറും കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലസ് 2490 സിക്കൽ ടു 93,516 കിട്ടി. അതായത് ആദ്യത്തെ ഈ ഒരു 4 വർഷത്തെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 93,516 കിട്ടി. 93,516 കിട്ടി. 93,516 കിട്ടി. ഇനി 5ാമത്തെ വർഷം നമ്മൾക്ക് വരാനിരിക്കുന്ന ഇൻഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 31,046 ആണ്. 31,046 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 93,516 മൈനസ് 100,000 ചെയ്തു. അതായത് എനിക്ക് ബാലൻസ് ഇനി എത്രയും കൂടിയേ പേ ബാക്ക് ആവാൻ ആവശ്യമുള്ളൂ? 93,516 മൈനസ് 100,000. അതായത് ഇനി എനിക്ക് പേ ബാക്ക് ആവാനായിട്ട് 100K ആവാനായിട്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 100Kയിലേക്ക് എത്താനായിട്ട് ഒരു 6,484 കൂടി മതി. ഓക്കെ, അതായത് ആദ്യത്തെ 4 വർഷം കൊണ്ട് ഞാൻ എത്ര തിരിച്ചു പിടിച്ചു, അല്ലെങ്കിൽ എത്ര ഇൻഫ്ലോ എന്നിലേക്ക് തിരിച്ചു വന്നു? 93,516 വന്നു. ഇനി ഞാൻ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത 100K ആവാൻ എത്രയും കൂടി ആവശ്യമുള്ളൂ? 6,484 അല്ലേ, 6,484 കൂടി മതി. എനിക്ക് 5ാമത്തെ ഇയറിൽ എത്ര ഇൻഫ്ലോ ഉണ്ട്? 31,046, അതായത് 31,046 ഇൻഫ്ലോ ഉണ്ട്. അത് ഫുൾ എനിക്ക് വേണോ? പേ ബാക്ക് ആവാൻ അത് ഫുൾ എനിക്ക് വേണോ? വേണ്ട. അതിൽ എത്ര മതി? അതിൽ 6,484 മതി എനിക്ക്. അപ്പോൾ എത്രയാണ് വരിക? റേഷ്യോ എത്രയാണ് വരിക? അല്ലെങ്കിൽ അതിൻ്റെ ഡെസിമൽ എത്രയാണ് വരിക? 6,484 ഡിവൈഡഡ് ബൈ 31046 ഇസ് ഈക്വൽ ടു 0.20 എന്ന് കിട്ടും. 0.20. ഓക്കെ, എത്ര വർഷം കറക്റ്റ് കംപ്ലീറ്റ് നമ്മൾ എടുത്തു? 1, 2, 3, 4 എടുത്തു. 4 ഇയേഴ്സ് എടുത്തു. 5th ഇയർ കംപ്ലീറ്റ് എടുക്കുന്നുണ്ടോ? 5th ഇയറിൽ 31,046 കംപ്ലീറ്റ് നമ്മൾ എടുക്കുന്നുണ്ടോ? ഇല്ല. അതിൽ നിന്ന് എത്ര എടുക്കുന്നുള്ളൂ? 6,484 മാത്രമേ എടുക്കുന്നുള്ളൂ, വിച്ച് ഇസ് 0.2 മാത്രമേ എടുക്കുന്നുള്ളൂ. സോ 4 കംപ്ലീറ്റ് ഇയേഴ്സ് പ്ലസ് 0.2, 4 കംപ്ലീറ്റ് ഇയേഴ്സ് പ്ലസ് 0.2, ദാറ്റ് ഈസ് 4.2 ഇയേഴ്സ്. 4.2 ഇയേഴ്സ്. സോ ഈ ഒരു 100K നമ്മളിലേക്ക് തിരിച്ചു വരാനായിട്ട് എത്ര ഇയേഴ്സ് എടുക്കുന്നുണ്ട്? ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. അതായത് ക്യാഷ് ഇൻഫ്ലോസിനെ, ഭാവിയിലുള്ള ക്യാഷ് ഇൻഫ്ലോസിനെ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 100K നമ്മളിലേക്ക് തിരിച്ചെത്താൻ എത്ര പീരീഡ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ഇയേഴ്സ് എടുക്കുന്നുണ്ട്? 4.2 ഇയേഴ്സ് എടുക്കുന്നുണ്ട്. 4.2 ഇയേഴ്സ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. പേ ബാക്ക് പീരീഡ് മെത്തേഡ് തന്നെയല്ലേ ഇവിടെ ചെയ്തത്. ആകെ എന്തേ വ്യത്യാസമുള്ളൂ? ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ട്. ഇത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇനി എല്ലാ വർഷവും സെയിം ക്യാഷ് ഇൻഫ്ലോസ് തന്നെയാണെങ്കിൽ, യൂണിഫോം ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് തന്നെയാണെങ്കിൽ എങ്ങനെയാണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ഇയർ 0ൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് 100K ആണ്. ഓക്കെ, 100K ആണ്. ഇയർ 1ൽ എനിക്കൊരു 30K ഇൻഫ്ലോ ഉണ്ട്. ഇയർ 2ലും 30K, ഇയർ 3ലും 30K, ഇയർ 4ലും 30K, ഇയർ 5ലും 30K. ഓക്കെ അല്ലേ, 30K അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യുക? എല്ലാ വർഷവും സെയിം തന്നെയാണ്. എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെയിം തന്നെയാണ്. ഇപ്പോൾ ഇയർ 1ൻ്റെ ഡിസ്കൗണ്ടഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ? ഞാൻ 30,000 ഡിവൈഡഡ് ബൈ, ഇവിടെ ഡിസ്കൗണ്ട് ചെയ്യുന്ന റേറ്റ് ഒരു 10% ആണെന്ന് വിചാരിക്കുക. 10% ആണെന്ന് വിചാരിക്കുക. ഡിവൈഡഡ് ബൈ 1 + 0.1 റേസ് ടു 1 ആണ്. 2ാമത്തെ വർഷത്തിൻ്റെ എങ്ങനെ കണ്ടുപിടിക്കുക? 30,000 ഡിവൈഡഡ് ബൈ 1 + 0.1 റേസ് ടു 2 ആണ്. 3ാമത്തെ വർഷത്തെ എങ്ങനെ കണ്ടുപിടിക്കുക? 30,000 ഡിവൈഡഡ് ബൈ 1 + 0.1 റേസ് ടു 3 ആണ്. 4ാമത്തെ വർഷം എങ്ങനെ കണ്ടുപിടിക്കുക? 30,000 ഡിവൈഡഡ് ബൈ 1 + 0.1 റേസ് ടു 4 ആണ്. ഇങ്ങനെ എല്ലാ വർഷവും സെയിം ആയിട്ടുള്ള ഏകദേശം ഒരേപോലത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്. ഇതിന് പകരം എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്ററിൽ നമ്മൾക്കൊരു എളുപ്പവഴിയുണ്ട്. എല്ലാവരും കാൽക്കുലേറ്റർ എടുക്കുക. 30,000 ഡിവൈഡഡ് ബൈ 1.1 അല്ലേ, 1 + 0.1 is 1.1. ടോട്ടൽ ഇവിടെ എത്ര ഇയേഴ്സ് ഉണ്ട്? 5 ഇയേഴ്സ് അല്ലേ ഉള്ളത്. സോ 5 തവണ ഈക്വൽ ടു എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. 1, 2, 3, 4, 5. 5 തവണ ഈക്വൽ ടു ക്ലിക്ക് ചെയ്തോ. നേരെ GT ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ. അപ്പോൾ ഈ മെത്തേഡ് ഭയങ്കര സിമ്പിൾ അല്ലേ? ഇവിടെ എന്തേ വ്യത്യാസമുള്ളൂ? പേ ബാക്ക് പീരീഡ് മെത്തേഡിനകത്ത് നമ്മൾ ടൈം വാല്യൂ ഓഫ് മണീനെ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല.
ഓൺ ദ അതർ ഹാൻഡ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡിനകത്ത് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ എന്ത് ചെയ്യും, പ്രസന്റ് വാല്യൂയിലേക്ക് എന്ത് ചെയ്യും, മാറ്റി എഴുതും. ഇതിനാണ് നമ്മൾ എന്താ പറയുക, ഡിസ്കൗണ്ടിങ് എന്ന് പറയുക. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ഡിസ്കൗണ്ടിങ് എന്ന് പറയുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പേ ബാക്ക് പീരീഡ് മെത്തേഡിനകത്ത് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു അതിന് എന്ത് ചെയ്യുന്നില്ല, ടൈം വാല്യൂ ഓഫ് മണീനെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത്. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡിൻ്റെ അകത്ത് ടൈം വാല്യൂ ഓഫ് മണീനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഇവിടെ പേ ബാക്ക് എത്ര വർഷം കൊണ്ടാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അത് നമ്മളിലേക്ക് തിരിച്ചെത്തുക എപ്പോഴാണെന്നേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻഫ്ലോസിനെ പറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പേ ബാക്ക് ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡിലും പേ ബാക്ക് പീരീഡ് മെത്തേഡിലും രണ്ടിലും പേ ബാക്ക്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്ര കാലം കൊണ്ടാണോ നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലേ? അത് കഴിഞ്ഞിട്ട് ബാക്കി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻഫ്ലോസിനെ പറ്റി എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അത് കൺസിഡർ ചെയ്യുന്ന മെത്തേഡാണ് നെക്സ്റ്റ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്താണ് NPV മെത്തേഡ്, നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ്. CMA അല്ലെങ്കിൽ CMA USA പാർട്ട് 2 സെക്ഷൻ ഇൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെത്തേഡാണ് NPV മെത്തേഡ്. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഞാൻ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നേ ഈ ഒരു പേ ബാക്ക് പീരീഡ് മെത്തേഡും ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് മെത്തേഡൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റേഴ്സിൽ M+, M-, MRC, GT ഫംഗ്ഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഫംഗ്ഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കാണണം. അത് കണ്ടു കഴിഞ്ഞാലേ ഈ ഒരു CMA USA പാർട്ട് 2 സെക്ഷൻ ഈ ഏറ്റവും എളുപ്പമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം പേപ്പറും എന്നൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു 2 മിനിറ്റ് കൊണ്ട് കണ്ടുപിടിക്കുന്നത് കാൽക്കുലേറ്റേഴ്സിൽ ജസ്റ്റ് സെക്കൻഡ്സ് കൊണ്ട്, ഓക്കെ, 5 to 10 സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് നിങ്ങൾ വലിയൊരു ഗെയിം ചേഞ്ചറാണ്. നിങ്ങളുടെ ടൈം സേവ് ചെയ്യുന്നതിൽ വലിയൊരു ഗെയിം ചേഞ്ചറാണ് M+, M-, MRC, GT ഫംഗ്ഷൻസ് അറിഞ്ഞിരിക്കേണ്ടത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും പോയി കാണുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ NPV മെത്തേഡ്, നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് എന്തായിരിക്കും പഠിക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.